എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരും വാണ്ടയും ക്യാരറ്റും അങ്ങനെ എല്ലാവരും രണ്ട് മുതലയുടെ ദേഹത്ത് കയറി നമ്പർ 2 കിങ് ക്യാറ്റിനെ കാണാനായിട്ട് അങ്ങനെ പോവാണ്. ഇവിടെ ലൂഫിക്കും ഉസോപ്പിനും ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ. കാരണം അവർ ഇതുവരെ സാഞ്ചിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ആ കാര്യം ഇപ്പൊ ഉസോപ്പ് എടുത്തു ചോദിക്കും. അതിന് ബ്രൂക്ക് പറയും അവൻ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അത് ഞാൻ പറയാം. 2 ദിവസം മുൻപാണ് അത് സംഭവിച്ചത്. അത് സംഭവിച്ചതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി സാഞ്ചി ഇനി ഒരിക്കലും നമ്മുടെ ഇടയിലേക്ക് തിരികെ വരില്ല എന്ന്. ലൂഫിക്കാണെങ്കിൽ കേൾക്കേണ്ട താമസം ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നും. കാരണം ലാസ്റ്റ് ടൈം ലെറ്റർ കിട്ടിയപ്പോഴും അതില് ഉറപ്പായാലും തിരികെ വരും എന്നായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ആമയാണെങ്കിൽ ആ ലെറ്റർ നോക്കി ഒരുപാട് വിഷമിക്കും. സോറോയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം സാഞ്ചി ഉള്ളപ്പോഴൊക്കെ തന്നെ അവന് തലവേദനയാണ്. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും ഉറപ്പായാലും സാഞ്ചിയെ നമ്മൾ തിരികെ പിടിക്കണം, അവൻ നമ്മുടെ ടീംമേറ്റ് ആണ്. അതിന് ബ്രൂക്ക് പറയും ആദ്യം ഞാൻ ഈ സ്റ്റോറി ഒന്ന് പറയട്ടെ, കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കേ അവൻ തിരികെ വരുമോ ഇല്ലയോ എന്ന്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ ആൾക്കാര് ആ ഒരു സോ ഐലാൻഡിലേക്ക് എത്തിയതിനു ശേഷം ആ ബിഗ് മോമിന്റെ കപ്പല് അവരും ആ ഐലാൻഡിലേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണുമ്പോൾ തന്നെ അവർ ഉറപ്പിക്കും നമ്മുടെ ആൾക്കാർ ആ സോ ഐലാൻഡിൽ ഉണ്ട് എന്ന്. ഉടനെ പെക്കോംസും കപ്പോക്സും അവർ രണ്ടുപേരും ആ ഐലാൻഡിലേക്ക് പോവാണ്. പെക്കോംസ് ആണെങ്കിൽ അവിടെ തന്നെ ജനിച്ചു വളർന്നവനാണ്. ഐലാൻഡിന്റെ മുക്കും മൂലയും അവന് നന്നായിട്ട് അറിയാം. പക്ഷേ അവൻ കൂടെ കൂട്ടിയ ആള് അവൻ അവിടെയുള്ളവനല്ല. അവനാണെങ്കിൽ ആ ഐലാൻഡിലേക്ക് വന്ന് ചുറ്റും നോക്കും. ഐലാൻഡ് മുഴുവനായിട്ടും തകർന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചേ, ആരാ ഈ ഐലാൻഡ് ഈ രീതിയിലാക്കിയേ, എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിക്കുകയാണ്. പക്ഷെ ആരുടെയും തന്നെ ശബ്ദം അവിടെ കേൾക്കാനുണ്ടാവില്ല. അവൻ ഉറപ്പിക്കും തീർച്ചയായിട്ടും ഈ വലിയ യുദ്ധത്തിനും ദുരന്തത്തിനും പിന്നില് സ്ട്രോ ഹാറ്റ് ലൂഫി ആൻഡ് ടീം തന്നെയായിരിക്കും. നമ്മളോട് ചെയ്തതിന്റെ ബാക്കി അത് ഈ ഐലാൻഡിലുള്ളവരോട് അവർ ചെയ്തതാണ്. എന്റെ വീടും നിങ്ങൾ തകർത്തല്ലേന്ന് ചോദിച്ച് അവനാണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ അലറുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും രുചികരവും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സാഞ്ചിയുടെ ഫുഡ് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവർ വീണ്ടും വീണ്ടും ആർത്തിയോട് കൂടെ കഴിച്ച് അടുത്ത പ്ലേറ്റിന് വേണ്ടി ആവേശത്തോടു കൂടെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും സാഞ്ചി ഞൊടിയിടയിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുക. ഇവിടെ ചോപ്പറും അവിടെയുള്ള ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫുകളും എല്ലാവരും നിർത്താതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും അതിലൊരു ഡോക്ടർ ചോപ്പറിനോട് പറയുക ആക്ച്വലി ഞങ്ങളുടെ ലെക്ചറൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ആരെങ്കിലും ഞങ്ങളുടെ ഐലാൻഡിലേക്ക് വിസിറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് അത് ഞങ്ങൾ വാങ്ങി ധരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡ്രസ്സ് അത് അവർക്ക് കൊടുക്കും. ഞങ്ങൾ ഡ്രസ്സുകളാണ് ആദ്യം എക്സ്ചേഞ്ച് ചെയ്യുക. നാമിക്കാണെങ്കിൽ അവരുടെ നാഷണൽ ട്രഷർ ആയിട്ടുള്ള ഒരുപാട് നല്ല ഡ്രസ്സുകളും ആഭരണങ്ങളൊക്കെ ഇടാൻ കൊടുത്തിരിക്കുകയാണ്. പുറത്തേക്ക് ചാടി ഓടിപ്പോയ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ ഒരുപാട് ചുന്ദരി പെണ്ണുങ്ങളോട് സംസാരിച്ചും ടൈം സ്പെൻഡ് ചെയ്തും ഹാപ്പി ആയിട്ട് അവരെ ചുറ്റിപ്പറ്റി നടക്കും. അത് കണ്ട ചില ആനിമൽസ് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ സാഞ്ചി അവറ്റകളൊക്കെ ആട്ടി ഓടിച്ച് ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് നാമിയുടെ അടുത്തേക്ക് വരികയാണ്. നാമിയുടെ പുതിയ ലുക്കൊക്കെ കണ്ട് അവന്റെ അടുത്ത് അങ്ങനെ കൊഞ്ചിട്ട് കുറുവിട്ടൊക്കെ നിൽക്കുമ്പോഴായിരിക്കും അവള് കാല് മടക്കി ഒരു ചവിട്ട് കൊടുക്കുക. ചവിട്ട് കിട്ടി അവൻ തെറിച്ചു പോയി പുറത്ത് അടിച്ചു വീഴും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മൊമന്റോസ്കി അവനാണെങ്കിൽ ഒരു റൂമില് അവരൊക്കെ ലോക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവൻ വേണമെങ്കിലും ബാക്ക് ടു ഹ്യൂമനായി മാറാം. ആ സമയത്ത് അവനൊരു സാമുറായി ആണെന്ന് അവര് കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് പേടിച്ചാണ് അവനിപ്പോ റൂമിൽ തന്നെ അങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുക. മറ്റൊരു ഭാഗത്ത് സീസർ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവിടെയുള്ള ജനങ്ങളെ കുറ്റം പറയാണ്. ഇതിന് ചോപ്പർ അവൻ ദേഷ്യപ്പെട്ട് പറയും നിന്റെ പവർ കാരണമാണ് ഇവർക്കെല്ലാം ഈ ഒരു അവസ്ഥ വന്നത്. സോ മര്യാദയ്ക്ക് എത്രത്തോളം മെഡിക്കൽ കിറ്റ് ഉണ്ടാക്കാൻ കഴിയോ അത്രത്തോളം ശബ്ദം ഉണ്ടാക്കാതെ സൈലന്റ് ആയിട്ട് ഇരുന്ന് ഉണ്ടാക്കാൻ നോക്ക്. ഉടനെ ഒരു ചുന്ദരി പെണ്ണാണെങ്കിൽ അവിടേക്ക് വന്ന് മെഡിസിൻ കളക്ട് ചെയ്യും. അതിനുശേഷം ബ്രൂക്കിനോട് പറയും നിങ്ങളുടെ ഫാൻസ് നിങ്ങൾക്ക് വേണ്ടി താഴെ വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അവരൊന്ന് പോയി കണ്ടൂടെ. ബ്രൂക്കിനാണെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേടിയാവും. കാരണം അവന് നന്നായിട്ട് അറിയാം അവനെ കാത്തിരിക്കുന്നത് ഐലാൻഡിലുള്ള ഡോഗ്സ് ആണെന്ന്. ഇതാ ആ പെക്കോംസിനെയും കപ്പോണിനെയും കാണിക്കും. പെക്കോംസ് ആണെങ്കിൽ ഓടി വന്ന് ആ സെക്യൂരിറ്റിയോട് ചോദിക്കും പറ്റി എന്താ സംഭവിച്ചേ, ആ സ്ട്രോ ഹാറ്റ് ടീം അവര് ഇവിടെ അറ്റാക്ക് ചെയ്തു അല്ലേ, കുഴപ്പമില്ല അവരെവിടെയാണ്, രണ്ടുപേരും അവരെ കൊല്ലാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ വലിയ ശബ്ദത്തിൽ സംസാരിക്കും. അതിനെ സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് പറയും നീ എന്താ ഈ പറയണേ, സ്ട്രോ ഹാറ്റ് ലൂഫിയ ടീം അവരുള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. ആക്ച്വലി വില്ലന്മാരുടെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത് സ്ട്രോ ഹാറ്റ് ലൂഫിയാണ്. കമ്മനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവൻ ഒരു സെക്കൻഡ് പൊട്ടിക്കരയും. അതേസമയം കപ്പോം അവനാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ച് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. പെക്കോം അവൻ സ്പീഡില് അവന്റെ അച്ഛനെയും അമ്മയെയും തിങ്സിനൊക്കെ കാണാനായിട്ട് ഇപ്പോ കാട്ടിലേക്ക് പോകും. തോംസിനാണെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ കണ്ട് സഹിക്കാനായിട്ട് കഴിയില്ല. അവനാണെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് കരയാണ്.
കപ്പോംസ്. അവനാണെങ്കിൽ അപ്പോഴും പ്രത്യേകിച്ചൊന്നും പറയാതെ എന്തോ കാര്യമായിട്ടുള്ള ചിന്തയിലും ആലോചനയിലും തന്നെയാണ്. ജനങ്ങളാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അതിന് പെക്കോംസ് കാരണവശാലും ആ ബീസ്റ്റ് പൈററ്റുകളെ ഞാൻ വെറുതെ വിടില്ല എന്ന് അട്ടിച്ചു പറയും. അതേസമയം നാമി അവളാണെങ്കിൽ രണ്ടുപേരെയും കണ്ട് ഷോക്കാവാണ്. അവര് ബിഗ് മോമിന്റെ ആൾക്കാരാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ആണെങ്കിൽ പെക്കോംസിനെ കാണിച്ചു കൊടുത്ത് പറയും, ഇവനും ഞങ്ങളുടെ ഐലാൻഡിലുള്ള ആളാണ്. അത് കേട്ട് സീസർ ആണെങ്കിൽ ചിരിക്കുകയാണ്. ഇൻ കേസ് അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ തൂക്കിയെടുത്തോണ്ട് പോവും. സീസർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കാല് പിടിച്ചു പറയും, ദയവ് ചെയ്ത് എന്നെ ആ ബിഗ് മോമിന്റെ ആൾക്കാർക്ക് വിട്ടുകൊടുക്കരുത്. അതിന് സാഞ്ചി അവനോട് ചോദിക്കും, അത്രമാത്രം വലിയ തെറ്റ് നീ അവരോട് എന്താ ചെയ്തേ? അതിന് അവനാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയും, ആക്ച്വലി ഞാൻ ആ ബിഗ് മോമിനോട് ഒരു വലിയ പ്രൊജക്ട് ചെയ്തു കൊടുക്കാം എന്ന് പ്രോമിസ് ചെയ്തിരുന്നു. പക്ഷേ പറഞ്ഞ സമയത്ത് എനിക്കത് ചെയ്തു തീർക്കാനായില്ല. ഞാൻ ഒരുപാട് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഡോഫ്ലമിംഗോ എനിക്ക് എന്ന പ്രൊജക്ട്സ് അത് കറക്റ്റായിട്ട് ചെയ്തു. കാരണം എന്നെ സപ്പോർട്ട് ചെയ്തത് കൂടുതലായിട്ടും ഡോഫ്ലമിംഗോ ആണ്. ഇപ്പൊ ബിഗ് മോമിന്റെ കയ്യിൽ എന്നെ കിട്ടിയ തീർച്ചയായിട്ടും അവൾ എന്നെ തകർത്തില്ലാതാക്കും. അതിനുവേണ്ടിയാണ് അവർ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്. അതേസമയം നമ്മുടെ ആൾക്കാരും ബിഗ് മോമുമായിട്ടുള്ള പ്രോബ്ലം അത് ആലോചിക്കും. ബിഗ് മോമിനെ നമ്മുടെ ലൂഫി അവൻ വെല്ലുവിളിച്ചതാണ്. സോ തീർച്ചയായിട്ടും ബിഗ് മോമിന്റെ കയ്യിൽ കിട്ടിയ നമ്മുടെ ആൾക്കാരെ വെറുതെ വിടില്ല എന്ന് നമ്മുടെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. സീസറിനാണെങ്കിൽ ഇപ്പൊ വമ്പനൊരു ബുദ്ധി വിളിച്ചുണ്ടാവും. അവൻ നൈസായിട്ട് സാഞ്ചിയുടെ അടുത്ത് പോയി പറയും, നമുക്ക് രണ്ടുപേർക്കും ഒരു ടീമായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യാം. ആ ബിഗ് മോം അത് നമ്മുടെ രണ്ടു കൂട്ടർക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. സോ ഇപ്പൊ ഇവിടേക്ക് വന്നത് മോം ടീമിലെ രണ്ട് പേരാണ്. അവര് രണ്ടുപേരെയും നമ്മൾ വിചാരിച്ച നിസ്സാരമായിട്ട് കൊല്ലാൻ കഴിയും. ഇവരെ കൊന്നു തള്ളിക്കഴിഞ്ഞാൽ പിന്നൊന്നും ചിന്തിക്കാനില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കപ്പലിലേക്ക് പോയി പോയിസൺ ഗ്യാസ് ഉപയോഗിച്ച് അവരുടെ കപ്പലിലുള്ള എല്ലാവരെയും ഞൊടിയിടയിൽ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. സോ അങ്ങനെയാണെങ്കിൽ മോമിന്റെ ചാപ്റ്റർ അതിവിടെ വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് തീരുമെന്ന് അവൻ പറയും. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അവൻ പറയുന്നത് മൈൻഡ് പോലും ചെയ്യില്ല. സാഞ്ചി ഇപ്പൊ ബ്രൂക്കിനോട് പറയും, നമുക്ക് രണ്ടുപേർക്കും അവരുടെ അടുത്തേക്ക് പോവാം. ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അവരോട് ഫൈറ്റ് ചെയ്താൽ അത് വലിയ കുഴപ്പമാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് വീണ്ടും ഒരു ഷോക്കായി മാറും. സോ ആമിയും ബാക്കിയുള്ള ഫ്രണ്ട്സും ഇവിടെ നിൽക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കും എങ്ങനെയെങ്കിലും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞയക്കാം. പിന്നെ സീസർ ആണെങ്കിൽ ടെൻഷൻ ആവും. നിങ്ങൾ എന്തായി പറയണേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് അവരെ തല്ലിക്കൊല്ലാം. ആഞ്ചി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അങ്ങനെ ടേൺ ചെയ്ത് അവനെ കണ്ണുരുട്ടി പേടിപ്പിക്കും. പിന്നെ സീസർ ഒന്നും മിണ്ടില്ല. കട്ട് ചെയ്താ ലൂഫിക്കാണെങ്കിൽ ഈ സ്റ്റോറിയൊക്കെ കേട്ട് അവന്റെ ആവേശം അതങ്ങനെ കൂടി വരികയാണ്. ബ്രൂക്ക് ആണെങ്കിൽ വീണ്ടും സ്റ്റോറി കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത് അവർ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്ത അതിന്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് പോയി ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച്. സാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും, ഞങ്ങൾക്ക് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്തേ മതിയാവൂവെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഒരു കാരണവശാലും ഇവിടെയുള്ള ജനങ്ങൾ ഇതറിയാൻ പാടില്ല. അവർ ഓൾറെഡി തകർന്നിരിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ പെപ്പോംസ് അവൻ ഓടി വന്ന് ഇപ്പൊ സാഞ്ചിയുടെ കാൽക്കൽ വീഴും. ആക്ച്വലി ഞാൻ നന്ദി പറയാനാണ് നിങ്ങളോടൊപ്പം ഇവിടേക്ക് വന്നത്. എന്റെ ഐലാൻഡിലെ ജനങ്ങളെയും എന്റെ ഫ്രണ്ട്സിനെയും സിബ്ലിങ്സിനെയും അങ്ങനെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് രക്ഷിച്ചത് അത് നിങ്ങളാണ്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. സോ പ്രോബ്ലംസ് നമുക്ക് ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. ആ സീസറിനെ അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. നിങ്ങളെ തകർത്തില്ലാതാക്കിയെന്ന് ബിഗ് മോംസിനോട് ഞങ്ങൾ കള്ളം പറഞ്ഞോളാം. ആ സീസറിനെ അവന് മാത്രം പകരം ഞങ്ങൾക്ക് വേണം. ഉടനെ അത് കേട്ട് ഇപ്പൊ കപ്പവും അവനാണെങ്കിൽ ചൂടാവുകയാണ്. അതിൽ പെപ്പവും പറയും, പുതുതായിട്ട് ഞങ്ങളുടെ ടീമിലേക്ക് വന്നവനല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ നീ ഭരിക്കാൻ വരണ്ട. പക്ഷെ അടുത്ത നിമിഷം ആ കപ്പോംസ് അവനാണെങ്കിൽ പെപ്പോംസിനെ അറഞ്ചം പുറഞ്ചം ഷൂട്ട് ചെയ്യാണ്. ചോര തുളുമ്പി പെപ്പോംസ് അവനങ്ങനെ അട്ടിച്ച് താഴെ വീഴും. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.